ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഈ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തത്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിലേക്ക് 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ കനം കുറച്ചരിഞ്ഞ 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില ചെറുതായി നുറുക്കിയത്. ഇനി മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. 2 പുഴുങ്ങിയ കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തത്. അത് ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 കോഴിമുട്ടയും ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. 4 മണി ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാൻ ഉപ്പ് ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കുക. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. കൂടിപ്പോയാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കട്ട്ലറ്റിൻ്റെ പരത്തിയാണ് എടുക്കുന്നത്. കട്ട്ലറ്റിൻ്റെ മോഡലിൽ പരത്തിയാണ് എടുക്കുന്നത്. ഇതുപോലെ ബോളാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് എടുത്തതാണ്. ഇനി ബോളാക്കിയിട്ട് വേണേൽ അതുപോലെ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി മറ്റ് ഷേപ്പിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ മുഴുവനും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഷേപ്പിലാക്കി എടുക്കുക. അങ്ങനെ മുഴുവനും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇതിന് പകരം കോഴിമുട്ട വേണമെങ്കിൽ എടുക്കാം. കോഴിമുട്ട നല്ലോണം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയതിന് ശേഷം അതിലും നമുക്ക് ഡിപ്പ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിവിടെ മൈദയാണ് എടുത്തത്. അതാവുമ്പോൾ കുറച്ചും കൂടി ഒരു ഉറപ്പ് കിട്ടും. ഇനി ഇതിൻ്റെ ഓരോന്നെടുത്ത് മൈദമാവിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചാൽ എളുപ്പത്തിൽ കഴിയും ചെയ്യാൻ. അങ്ങനെ മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഒരു പാന് ചൂടാവാൻ വെച്ചിരുന്നു. അതിൽ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡിൻ്റെ സ്നാക്സ് ഇതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം മുരിയുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണിത്. കോഴിമുട്ടയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ളൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. 4 മണി ചായയുടെ കൂടെ അല്ലെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
ഇനി മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സ്നാക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.